നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും അഖിൽ മാരാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് എടുത്തിരിക്കുകയാണ്. ഈ കേസ് കൊടുത്തിരിക്കുന്നത് കൊട്ടാരക്കര BJP നിയോജക മണ്ഡലം അനീഷാണ്. കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ക്ലീൻ ആയിട്ട് പഠിച്ച് അളന്ന് മുറിച്ച് സംസാരിക്കുന്ന അഖിൽ മാരാർ ഈ ഒരു വിഷയത്തെ വളരെ ലാഘവത്തോടെ രാജ്യത്തോട് തന്നെ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു. തെറ്റ് തന്നെയാണ്, വലിയൊരു തെറ്റ് തന്നെയാണ്. ഈ വാവിട്ട വാക്കും കൈവിട്ട ഇതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പം എന്തായാലും നല്ല രീതിക്ക് പെട്ടിരിക്കുകയാണ്. ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ ആലോചിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറയരുത്. അതിന് എന്ത് തെളിവാണ് അവരുടെ അടുത്തുള്ളത് ചോദിച്ചാൽ ഒരു തെളിവുമില്ല, ഒന്നുമില്ല, അങ്ങോട്ട് പറയുക. പക്ഷേ അഖിൽ മാരാരെ കുറിച്ചുള്ള ധാരണ എന്ന് വെച്ചാൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് പറയുന്ന ഒരാൾ എന്ന് തന്നെയായിരുന്നു. പക്ഷെ ആ ധാരണ എങ്ങനെ തെറ്റിച്ച് ഇപ്പം അഖിൽ മാരാരെ കുറിച്ച് 100% എന്ന് പറയുന്ന ആളുകൾ 0% എന്നുള്ള രീതിയിലേക്ക് ബോധമില്ലാത്ത ഒരാളെന്ന രീതിയിൽ മുദ്ര കുത്തേണ്ടി വന്നത് ഈ ഒരു ഒറ്റ വാക്കുകൊണ്ടാണ്. അപ്പം അഖിൽ മാരാർ തന്നെ പറയുന്നുണ്ട്, ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു പാവം പിടിച്ച കൺട്രി, പാകിസ്ഥാനും അവരുടെ കണ്ണിൽ പാവം പിടിച്ച കൺട്രി, രണ്ടും ബലൂചിസ്ഥാൻ ഒരു കൺട്രി അല്ല, പക്ഷെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം, ഒരു പ്രവിശ്യ. അപ്പം അവർ രണ്ടുപേരും പാവങ്ങളാണ്, ഇന്ത്യയാണ് ഭീകരർ എന്ന രീതിയിലാണ് അഖിൽ മാരാർ സംസാരിച്ചത്. അപ്പം അതൊക്കെ രാജ്യത്തോട് തന്നെ കാണിക്കുന്ന വലിയൊരു തെറ്റാണ്. ആ സംസാരം തന്നെ വലിയ തെറ്റാണ്. അപ്പം എന്തിനാ അങ്ങനെ സംസാരിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അവിടെ പറഞ്ഞത്. ഇത്തരം പ്രശ്നത്തിൽ രാഷ്ട്രീയമല്ല, മറിച്ച് രാജ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പം രാജ്യം എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഒറ്റക്കെട്ടായിട്ട് ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യണം എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ ഫീലാണ്. അതെവിടെ അഖിൽ മാരാർക്ക് ചോർന്നു പോയത്? അവിടെ BJP എന്ന പാർട്ടിയെ വിടുക, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ നേരിടുന്ന പ്രശ്നം ആ രീതിയിലാണ് സംസാരിക്കേണ്ടത്. എന്തായാലും അഖിൽ മാരാർ ഈ രീതിയിൽ സംസാരിച്ചത് കൊണ്ട് തന്നെ കേരള പോലീസ് ജാമ്യമില്ലാ വകുപ്പിലാണ് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ 152 വിഭാഗത്തിലാണ് ഈ കേസ് വരുന്നത്. ആ കേസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ പരമാധികാര ഐക്യത്തെയും അഖണ്ഡതയും അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തികൾ ഇത് ക്രിമിനൽ കുറ്റത്തിൽപ്പെടും. അപ്പം ഇത്തരം തെറ്റുകൾ ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായിട്ട് ആണ് പിന്നീട് വരിക. ഈ ഒരു കേസ് ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് എടുക്കുക. ഇപ്പം അഖിൽ മാരാർ എന്തായാലും ഇതിനെതിരെ ജാമ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുമായിരിക്കും. എന്തായാലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ രാജ്യത്തോട് നീതി പുലർത്തണമെന്ന് ആണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു അഖിൽ മാരാർ നമ്മുടെ ഈ ബിഗ് ബോസിന് ശേഷം ആണ് ഒത്തിരി കൂടി ജനശ്രദ്ധ പിടിച്ച് പറ്റിയത്. മുന്നേ ആളുണ്ടെങ്കിലും കുറച്ചും കൂടി ടൈറ്റിൽ വിന്നറായപ്പോൾ ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റി. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് കൂടുതലായിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയോടുകൂടി ഇഷ്ടപ്പെട്ടവരും ഡിസ്ലൈക്ക് ചെയ്യുന്ന രീതിയിലാണ് അഖിൽ മാരാർ ഇപ്പം നടത്തിയ പരാമർശം. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളും അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബൈ.